ചേച്ചി കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു? ഞാൻ എറണാകുളത്തുനിന്ന് പാലക്കാട്ടേക്ക് പോകുമായിരുന്നു. എറണാകുളം ചെന്നൈ ബസ്, അന്ന് എറണാകുളം മദ്രാസ്, അന്ന് ചെന്നൈ അല്ല, അന്ന് എറണാകുളം മദ്രാസ് ബസ്, തിരുവള്ളൂർ ബസ്. അപ്പോൾ ഞാനങ്ങ് തൃശ്ശൂരെത്തുന്നു, ഞാൻ വണ്ടി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളും പാലക്കാടേക്ക് ടിക്കറ്റൊക്കെ എടുത്ത ആളാണ്. അപ്പം അയാൾ തൃശ്ശൂർ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഇറങ്ങുവാണോ ചോദിച്ചു. അതൊന്നും മിണ്ടാതെ അയാൾ ഇറങ്ങിപ്പോയി. ബസ് വിട്ടു, അയാൾ വന്നില്ല. അപ്പം ഞാൻ കണ്ടക്ടറോട് വിളിച്ചു പറഞ്ഞു ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അയാൾ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്നും ഇല്ല, പുള്ളി തമിഴനാണ്, ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കുറച്ചൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ ആളുണ്ടെന്ന് വെച്ചു. നമ്മൾ ഇവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അയാൾ കയറിയിട്ടില്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ ഇരുന്നു. കണ്ടക്ടറെ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല, അയാളുടെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. ബസ് വിട്ട് മണ്ണൂത്തി കഴിഞ്ഞു കുതിരാനിലേക്ക് കയറിയ സമയത്താണ് കണ്ടക്ടർ ഇവിടേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ആ ബസ്സിനകത്ത് ഒരൊറ്റ പെൺകുട്ടിയില്ലായിരുന്നു. ഈ ഒരൊറ്റ പെൺകുട്ടിയാണ് ആകെ കയറിയത്. അപ്പോൾ അയാൾ വന്ന് നോക്കിയപ്പോൾ ഇത് എവിടെ നിന്ന് കയറി, അമ്മ എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ് കയറിയതുണ്ട്. അപ്പോൾ അയാൾ ആക്ച്വലി പാലക്കാട് വരെയുള്ള ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞതാണ്. അയാൾക്ക് ഇത് രണ്ടാമത് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല, ഇവരെ ഇറക്കി വിടണം എന്നുള്ളതാണ്. പക്ഷെ അവർ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി ഞാനും പറഞ്ഞു, കാരണം വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആയിട്ടുണ്ട്, അപ്പോഴേക്കും 4 മണി 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇറക്കി വിടണ്ടെന്ന് പറഞ്ഞ് പാലക്കാട് വരെ കൊണ്ടുപോയി. അങ്ങനെ അന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് ഇന്ന് എൻ്റെ 2 കുട്ടികളുടെ അമ്മ. ഇത് ഞങ്ങൾക്ക് സംഭവം മനസ്സിലായി. ബാക്കി ചേച്ചിയോട് പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് സിനിമാ കഥ പോലെ ഉണ്ട്. ഇത് പാലക്കാട് കൊണ്ട് വിട്ടു. പാലക്കാട് കൊണ്ട് ഞാൻ അവർക്ക് പോകാനുള്ളത് മലമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. മലമ്പുഴയ്ക്കുള്ള ബസ്സിൽ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കയറ്റി മലമ്പുഴ ബസ് പോകുന്ന ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് മലമ്പുഴയ്ക്കുള്ള ബസ് കയറ്റി വിട്ടു. ഇത് അന്നേ കുറിച്ച് മനസ്സിനകത്ത് അന്നൊന്നും കുറിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അന്ന് അവർ പനങ്ങാട് ഫിഷറീസ് കോളേജിൽ റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു പനങ്ങാട് ഒരു പള്ളിയിലൊരു കല്യാണത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഈ കോളേജ് കാണുന്നത്. അപ്പോൾ പിന്നെ കോളേജിൽ കയറുന്ന പഴയ ഒരു പരിചയം പുതുക്കാവല്ലോ എന്ന് വിചാരിച്ചാൽ ചെന്ന് പരിചയപ്പെട്ടാണ്. അപ്പോൾ അവരെന്നോട് ഇതാണ്. അപ്പോൾ അവിടെയുള്ള അവളുടെ ഫ്രണ്ട്സിനോട് അവൾ പറഞ്ഞിരുന്നു ഇയാളാണ് അന്ന് ബസ്സേ കയറ്റി വിട്ടത് തോന്നുന്നു. അത് കാഷ്വലായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ആവുമോ? ഇല്ലെന്നൊന്നും പറഞ്ഞാ പിന്നെ ഇപ്പൊ ഞാൻ അങ്ങ് വിശ്വസിക്കാൻ പോകല്ലേ? അല്ല പിന്നെ ഒരിച്ചിരി സുന്ദരനായിരുന്നു അന്ന്. അത്രയൊന്നും ഇല്ല. എന്നാലും ഇത് ഇങ്ങനെ പറയണ്ട, ആണെന്നുള്ളവരെ ഉറപ്പിച്ചു. ഇനി ബാക്കി പറഞ്ഞാൽ മതി. പിന്നെ ഒന്നുമില്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി, ഞാനങ്ങ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ യാതൊരു കോണ്ടാക്ട് കണ്ടിട്ടില്ല, കത്തുകൾ എഴുതുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. തിരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വന്നു, കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു, ഞങ്ങൾ പോന്നു. ഞാൻ പോന്നു കഴിഞ്ഞ ആ ട്രിപ്പിൽ അന്ന് അവർ തിരിച്ച് കരുനാഗപ്പള്ളിയാണ് വീട്. ബസ്സിൽ തിരിച്ച് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്തു. അവർ കരുനാഗപ്പള്ളി ഇറങ്ങി, ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് കല്യാണം കഴിക്കാം എന്നുള്ളത്, ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളത്. പിന്നീട് വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അതിനിടയിലും കുറച്ച് സംഭവങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നതിന് ഇപ്പൊ പറഞ്ഞേ? അത് പറയണ്ടെന്ന് വെച്ചു. അന്ന് പിന്നെ കേട്ടേ പറ്റുള്ളൂ. ഒന്നുമില്ലെന്ന് ഒന്ന് പിന്നെ പറഞ്ഞു എന്നതിന് ഇച്ചിരി ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ല. പിന്നെ എന്നതാ പറയത്തില്ലെന്ന് പറഞ്ഞു. അതൊന്നുമില്ല. അത് ഇച്ചിരി കൂടി പോയി. അതവിടെ കിടക്കട്ടെ, ഞാനൊരു ഗ്യാപ്പ് തരാം. എപ്പോഴേലും ഇനി ഷോ തീരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഉറപ്പിച്ചേച്ചാ ഞാൻ ഫുഡ് വിളമ്പാവേ. ആ ഒരു ഗ്യാപ്പ് തരാം. ഫുഡ് വിളമ്പാ. ഇതൊന്നും കുറേ ഈ
പെപ്പറിന്റെ ഒരു മുന്നിട്ടുണ്ടല്ലേ? രസമുണ്ട്, അതുണ്ട്. പിന്നെ ഗരം മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പറയുന്ന ഈ മല്ലി, ഈ കൊളുന്തിന്റെ ഒക്കെ അതിന്റെ ഒരു മല്ലിയില. ടേസ്റ്റ്. എന്തായാലും ഞാൻ സിനിമയുടെ കുറെ വിശേഷം അറിഞ്ഞ. ഇനി എഴുത്തിലോട്ട് പോകട്ടെ. മജുടെ ഇപ്പൊ എത്ര ബുക്സ് എഴുതിയിട്ടുണ്ട്? 8 ബുക്ക് കഴിഞ്ഞു പബ്ലിഷ് ചെയ്തത്. 9ാമത്തെ ഒരു പുസ്തകം ഒക്ടോബർ 20-ാം തീയതി DC ബുക്സ് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ. ഈ മജുടെ എഴുതിയ ബുക്സ് വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയിലൊക്കെ കഥ ട്രാൻസ്ലേറ്റ് ഉണ്ട്, തമിഴിലുണ്ട്. ഓക്കെ. അവിടെ നിന്നുള്ള കഥകൾ ഇങ്ങോട്ട് വല്ല എടുത്തിട്ടുണ്ടോ? ഇല്ല. എല്ലാം ചേട്ടനായിട്ട് ഞാനായിട്ടും ആലോചിച്ചതും എനിക്കറിയാവുന്നതും ഞാൻ കേട്ടതും ഞാൻ കണ്ടതുമായ കഥകൾ എഴുതിയിട്ടുള്ളൂ. അപ്പം ഒരു ത്രെഡ് മനസ്സിൽ വീണാ മതിയോ? ത്രെഡല്ല, ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മുടെ മനസ്സിൽ വീഴുന്നത്, ഒരു വർത്തമാനമായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ കഥ പറയേണ്ടതാണോ എന്നുള്ള തോന്നലിലേക്ക് കുറെ പോകും. പിന്നെ എപ്പോഴെങ്കിലും ആയിട്ട് അതായിരിക്കും അത് പറയുന്നത്. മൂത്തയാള് രേഖ മത്സ്യവില DG മണിപ്പം, 2 പിള്ളേര്. മൂത്തയാള് PG കഴിഞ്ഞു, MA ലിംഗ്വിസ്റ്റിക്സ് ആയിരുന്നു അവള്. 2ാമത്തെ ആള് +2-ലാണ്. ഞാന് അല്ല, എന്തെന്ന് വെച്ചാൽ എൻ്റെ മക്കളും രേഖയും 2 പേരും ഇതുവരെ വേറെ ചാനലുകളിൽ ചാനലുകളോ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാം വീടുകളിൽ വല്ല ഇൻ്റർവ്യൂവിന് പോലും വന്നിട്ടില്ല. ഞാനിതിന് ഇവിടുന്ന് വിളിച്ചപ്പോഴും നല്ല ഭക്ഷണമാനി ഉണ്ടാക്കി തരുമെന്നും അത് കഴിക്കാം എന്നൊക്കെ പ്രലോഭിപ്പിച്ചിട്ടും വന്നില്ല എന്നുള്ളത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ ഈ പണ്ഡിതൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു. നമ്മൾ ഏതൊരു വീട്ടിലാണെങ്കിലും ഒരു നേരം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിക്കണം. അത് വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നാലും നമ്മുടെ ഇതേ കൂട്ട് തന്നെയാ. എന്റെ ഒരു സ്നേഹവും കൂടെ പിള്ളേർക്ക് കിട്ടുമായിരുന്നു. ഞാനതിപ്പം ഓർത്തിട്ട് സങ്കടപ്പെടുന്നുണ്ട്. കഷ്ടമുണ്ട്. ഞാൻ പിണങ്ങി. എന്നാലും മത്സരം വന്നല്ലോ, സന്തോഷമുണ്ട്. സത്യമാണ്. ഞാനിപ്പോൾ ആലോചിച്ചു ആനിയോട് സംസാരിക്കുമ്പോൾ അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വർത്തമാനത്തിന്റെ സ്വഭാവം മാറുമായിരുന്നു, കുറച്ചുകൂടെ ജോവിയലാവുമായിരുന്നു, കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആകുമായിരുന്നു, കുറച്ചുകൂടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പിണക്കമുണ്ട്. പിള്ളേരോടും പറഞ്ഞേക്കണം, ചേച്ചിയോടും പറഞ്ഞേക്കണം. ഞാൻ എന്തായാലും അവരോട് പറയും, കൃത്യമായിട്ട് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഈ നമ്മുടെ പറയുന്നത് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിനകത്ത് ഒരു ഭാഗ്യമുണ്ടാകണം. ഭാഗ്യമുണ്ട് ചേച്ചിക്ക്. ഞാൻ എന്നാ പറയട്ടെ മനുഷ്യനും പോകുമ്പോ ഞാൻ ഇത് തന്നു വിട്ടാ എന്നാ എടുക്കും? അപ്പൊ എന്റെ സ്നേഹം എന്തോരെത്തും. പിന്നെ അന്നേരം പിള്ളേരെ കഴിക്കുവല്ലേ? പിന്നെ അപ്പൊ അവർക്കും ഭാഗ്യം വരുമല്ലോ നല്ല ഭക്ഷണം കഴിക്കാൻ. അതാണ്. നമുക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ഭക്ഷണം കിട്ടുകയല്ലേ? അത് കിട്ടുമ്പോൾ അത് കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നിന്ന സമയത്താണ് അത് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു അവസരം. അതുപോലെ ആയിരിക്കും. അതെ, അതേപോലെയുള്ളൂ. അതുകൊണ്ട് മൗച്ചേട്ടന് മാത്രമല്ല വൈറ്റ് ഭാഗ്യം, ചേച്ചിക്കും പിള്ളേർക്കും ഉണ്ട്. അതെ, വന്നത് എവിടാന്നറിയോ? ആനീസ് കിച്ചണിലാ.